അതെ, എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു രഹസ്യം ഞാനിവിടെ പറയാൻ പോവാ. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇത്രയും നാൾ കഴുത്തിലിട്ട് നടന്നിരുന്ന നെക്ലേസ് ഒരു മുക്കുകൊണ്ട തനി ഡ്യൂപ്ലിക്കേറ്റ്. അതിന് അല്ല, നിങ്ങളെന്താ ഞെട്ടാത്തത്? ഞങ്ങൾ ഒരിക്കൽ ഞെട്ടിയതാണല്ലോ. ചേച്ചി വേണമെങ്കിൽ ഒന്നും കൂടെ ഞെട്ടിക്കോ. അതല്ല ഞാൻ പറഞ്ഞത്, എന്നെ പറ്റിച്ചതാ. ഏതോ ഫാൻസി കടയിൽ നിന്ന് 500 രൂപയ്ക്ക് വാങ്ങിച്ചതല്ലേ? ഇതിൽ കൂടുതൽ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കണ്ട. അയ്യോ, സത്യത്തിൽ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. എല്ലാത്തിനും പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. നിങ്ങൾ ആരും അറിയാത്തൊരു കഥ. ഒരു കൊടും ചതിയുടെ ഞെട്ടിക്കുന്ന രഹസ്യം ആ കഥയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതറിഞ്ഞാൽ തകർന്നു വീഴാൻ പോകുന്നത് ചില മുഖംമൂടികളാ. ചെകുത്താന് വരാൻ കണ്ട സമയം. ചേച്ചി, എന്താ അമൃതേച്ചി? ഞാൻ എന്തു പറഞ്ഞിട്ടാണോ പോയത് അത് തന്നെയാ സംഭവിച്ചത്. അപ്പോ എല്ലാം സോൾവ് ആയോ? സോൾവ് ആയോന്ന് ചോദിച്ചാ ഇല്ല. നടന്നത് എന്താണെന്ന് നിങ്ങളൊന്നും പറയുന്നുണ്ടോ? സത്യത്തിൽ അവിടെ എന്തോ ഒരു വലിയ കൺഫ്യൂഷൻ നടന്നിട്ടുണ്ട്. ആ മെസ്സേജസ് ഒന്നും ആകാശ് അയച്ചതല്ലായിരുന്നു. നമ്മൾ അയച്ച വോയിസ് മെസ്സേജ് ഒന്നും ആകാശ് കേട്ടിട്ടുമില്ല. എന്തായാലും എല്ലാം പറഞ്ഞ് പരിഹരിച്ചിട്ടുണ്ട്. അതെ, സഹദേവമാമനും ആകാശും ഞങ്ങളോട് നന്നായി തന്നെ പ്രതികരിച്ചേ. പക്ഷേ ബാക്കിയുള്ളവര് അവരോട് പോവാൻ പറ. ഇപ്പൊ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഒരുത്തിയും കൂടെ വന്നിട്ടുണ്ടല്ലോ അവിടെ. അമൃതേച്ചി, ആകാശേട്ടൻ എന്താ പറഞ്ഞേ? നീ കരുതും പോലെ വിരോധമോ ദേഷ്യമോ ഒന്നും അവന്റെ മനസ്സിലില്ല. ചെറിയൊരു പരിഭവം ഉണ്ടായിരുന്നു. അത് പിന്നെ ഇല്ലാതിരിക്കോ? തെറ്റുകള് നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയില്ലേ? നമ്മൾ 5 പേർക്കും വേണ്ടി സഹദേവമാമനോടും ആകാശിനോടും ഞാൻ മാപ്പ് പറഞ്ഞു. ആകാശിന് നിനക്കും ഇടയില് ഒരു പ്രശ്നവും ഇനിയില്ല. അപ്പോ വൈകുന്നേരം പാർട്ടിക്ക് ആകാശേട്ടൻ വരുമോ? വരും. അയ്യടാ, ഇത്രയും നേരം മഴക്കാറായിരുന്നു, ഇപ്പോഴങ്ങ് തെളിഞ്ഞു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. വീട്ടിൽ പോയി അമ്മയും അശ്വതിയും കൂട്ടി നേരത്തെ ഇങ്ങോട്ട് വരണം. ഓ, ആയിക്കോട്ടെ. അഖിലേച്ചി, ഇങ്ങോട്ട് വന്നേ. വിട്. ഇങ്ങോട്ട് വരാനാ പറഞ്ഞ. ഞങ്ങളുടെ വക ചില ഉപദേശങ്ങൾ തരാനുണ്ട്. വാ വന്നേ. എന്താന്ന് വിടാൻ? ചേച്ചിയുടെ സങ്കടമൊക്കെ മാറിയെങ്കിലേ ഒരു പ്ലാൻ പറയാനുണ്ട്. എന്താ കാര്യം? അത് പിന്നെ അതെ, ഞാൻ നേരത്തെ പറയാൻ വന്ന കാര്യം എനിക്ക് പറയാൻ പറ്റിയില്ല. അല്ല, ആ സ്വർണ്ണ നെക്ലേസിന്റെ ചതിയുടെ കഥ നിങ്ങൾക്ക് കേൾക്കണ്ടേ? അത് പിന്നെ റോൾഡ് ഗോൾഡ് മണ്ണിൽ കുഴിച്ചിട്ടാ പിന്നെ കളർ പോവില്ലേ? ഓ, ആ ചതിയുടെ കഥയാണ് എനിക്ക് പറയാനുള്ളത്. ചതിയുടെ 1000 നിറങ്ങൾ കൊണ്ട് എഴുതിയ ആ കഥ നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഓ എന്റെ ചേട്ടത്തി, നിങ്ങളും നിങ്ങളുടെ നെക്ലസും കാരണം രാവിലെ ഞങ്ങളുടെ കുറെ സമയം പോയി. ഇനിയും ചേട്ടത്തിയുടെ കഥ കേട്ടിരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ചേട്ടത്തി പോയി ചേട്ടത്തിയുടെ ജോലി നോക്ക്. ഞാൻ പറയുന്ന ഈ കഥയിലെ നായിക ആരാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം.
ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.